ഹായ്, ഞാൻ ഫൈസ് കോഴിക്കോട് തലക്കുളത്തൂർ സ്വദേശിയാണ്. ഞാൻ ബേസിക്കലി ഒരു എഞ്ചിനീയർ ആണ്, പക്ഷെ ഇപ്പോൾ അറിയപ്പെടുന്നത് ഇന്റർനാഷണൽ സൈക്ലിസ്റ്റ് ആയിട്ടാണ്. ഞാൻ എൻ്റെ ലൈഫിൽ 32ാമത്തെ വയസ്സിൽ ഞാൻ എടുത്ത തീരുമാനമാണ് എഞ്ചിനീയറിംഗിൽ നിന്നും സൈക്ലിസ്റ്റിലേക്ക് മാറിയത്. ഇങ്ങനെ ഒരു തീരുമാനം എടുക്കാൻ എല്ലാവർക്കും ഒരു പേടി ഉണ്ടാവും. കാരണം ലൈഫിൽ ജോബൊക്കെ റിസൈൻ ചെയ്ത് പുതിയൊരു മേഖലയിലേക്ക് കിടക്കുക എന്ന് പറയുമ്പോൾ അതും ഇൻകം ഒന്നും ഇല്ലാത്ത മേഖലയാണ്. എനിക്ക് ഇതിൽ ഒരു ഇൻകം ഇല്ല, പക്ഷേ പ്രൊഫഷൻ കംപ്ലീറ്റ്ലി ചേഞ്ച് ചെയ്തു. അതിൽ നിന്ന് എനിക്ക് ഒരുപാട് നല്ല ഗുണങ്ങൾ ഉണ്ടായിട്ടുണ്ട്. ഇതുവരെ 36 രാജ്യങ്ങൾ സൈക്കിളിൽ കംപ്ലീറ്റ് ചെയ്തു. ഫസ്റ്റ് ഫേസ് ഇന്ത്യ ടു സിംഗപ്പൂർ ആയിരുന്നു 2019. രണ്ടാമത്തെ ഫേസ് ഇന്ത്യ ടു ലണ്ടൻ ടു പാരീസ് ഒളിമ്പിക്സ്. അപ്പൊ അത് രണ്ടും കഴിഞ്ഞ് ഇതായിട്ട് ഞാനിങ്ങനെ ഫസ്റ്റ് എടുത്തോണ്ടിരിക്കുകയാണ്. അടുത്തൊരു പ്രൊജക്ട് ഓണാവുന്നവരെ ഇവിടെ ഉണ്ടാവും. സൈക്കിളിനെ റെപ്രസെന്റ് ചെയ്തിട്ടാണ് ആ സംഭവം. എനിക്ക് ഈ സൈക്കിളിന് ചേഞ്ച് ചെയ്യാൻ വേണ്ടിട്ട് ചെയിൻ വാങ്ങിക്കും. നമ്മള് വാച്ച് ഒക്കെ വാങ്ങിക്കുമ്പോ എക്സ്ട്രാ 2-3 ഇതുണ്ടാവും, കട്ട് ചെയ്തിട്ട് വീട്ടിൽ വെക്കാറുണ്ട്. എക്സ്ട്രാ വരുന്ന ഒരു പാർട്ടാണ് അത്. ഞാൻ കട്ട് ചെയ്ത് എന്റെ കയ്യിൽ ഇതുവരെ ഒരു വെറൈറ്റി ആയിരിക്കണം. ആൾക്കാർ ശ്രദ്ധിക്കണം. അതെ അതെ. യാത്രയിൽ ഞാൻ എപ്പോഴും കേൾക്കുന്ന ഒരു ചോദ്യമാണ്, ഒറ്റയ്ക്ക് എന്തിനാ യാത്ര ചെയ്യുന്നത്, കൂടെ ആരെങ്കിലും കൂട്ടിക്കൂടെ? എനിക്ക് ഒറ്റയ്ക്ക് യാത്ര ചെയ്യാൻ ഇഷ്ടം. കാരണം യാത്ര ചെയ്യുമ്പോൾ ഫ്രീഡം അതിന് ഏറ്റവും ഇമ്പോർട്ടൻ്റ് ഉള്ള ഒരു കാര്യമാണ്. നമുക്ക് എപ്പോൾ വേണമെങ്കിലും നിർത്താം, എപ്പോൾ വേണമെങ്കിലും സ്റ്റാർട്ട് ചെയ്യാം, എല്ലാം ഡിസിഷൻ മൊത്തം നമ്മുടേതാണ്. അങ്ങനെ യാത്ര ചെയ്യുമ്പോഴാണ് ശരിക്കും യാത്ര എൻജോയ് ചെയ്യുന്നത്. അതുകൊണ്ടാണ്, അല്ലെങ്കിൽ സെയിം വേവ് ലെങ്തിലുള്ള ആരെങ്കിലും കിട്ടണം, അത് വളരെ പ്രയാസമാണ്. എൻ്റെ ഒരു പ്ലാനാണ്, ആരും എന്നെ ഫോഴ്സ് ചെയ്തിട്ടല്ല. ഇതിപ്പോ ആരെങ്കിലും എന്നെ ഫോഴ്സ് ചെയ്യുകയാണെങ്കിൽ, ചെയ്യണം എന്ന് പറയുകയാണെങ്കിൽ എനിക്ക് ചെയ്യണം. എൻ്റെ ഇൻട്രസ്റ്റ് ആണ്, ഞാൻ ഉണ്ടാക്കിയ പ്ലാനാണ്. എനിക്ക് ഓരോ ദിവസവും ഭയങ്കര എക്സൈറ്റഡ് ആണ്. പുതിയ ആളുകളെ കാണാം, പുതിയ കഥകള്, പുതിയ സ്ഥലങ്ങള്, പുതിയ ഭക്ഷണം. എന്നും ഭയങ്കര എക്സൈറ്റഡ് ആണ്. യാത്ര തുടങ്ങുമ്പോൾ അന്ന് എന്തായിരിക്കും നടക്കാൻ പോകുന്നതെന്നുള്ള ഒരു എക്സൈറ്റ്മെന്റ് ഉണ്ടോ? എല്ലാവരും ചോദിക്കും ഒറ്റയ്ക്ക് ഇങ്ങനെ സൈക്കിൾ എടുത്ത് പോകുമ്പോൾ ബോറടിക്കില്ലേ? എനിക്ക് അങ്ങനെ ഒരിക്കലും തോന്നിയിട്ടില്ല. ഒന്നാമത് എപ്പോഴും കണക്റ്റഡ് ആയിരിക്കും. വൈഫ് എപ്പോഴും കോളിലുണ്ടാവും. പിന്നെ എപ്പോഴും ബിസി ആയിരിക്കും. വീഡിയോസ് എടുക്കണം, കണ്ടന്റ് എടുക്കണം, ആളുകളായിട്ട് സംസാരിക്കണം. തീരെ സമയം കിട്ടാറില്ല സത്യം പറഞ്ഞാൽ. ഫോർ എക്സാമ്പിൾ, ഞാൻ ഡെൻമാർക്കിലും നെതർലാൻഡിലൊക്കെ പോയ സമയത്ത് അവിടെയുള്ള ആളുകൾ വീട്ടിലേക്ക് വിളിച്ചു കൊണ്ടുപോകും. ഒരിക്കലും ഞാൻ അവിടുത്തെ ഇന്ത്യൻ എംബസിയിൽ പോയപ്പോൾ അംബാസഡറായിട്ട് സംസാരിച്ചപ്പോൾ അംബാസഡർ പറഞ്ഞാണ് അത് ഒരിക്കലും നടക്കാറില്ല. ഇവിടെയുള്ള ആളുകൾ സ്ട്രേഞ്ചേഴ്സിനെ ഒരിക്കലും എന്റർടൈൻ ചെയ്യില്ല, വീട്ടിലേക്ക് വിളിച്ചു കൊണ്ടുപോകില്ല. പക്ഷെ എന്റെ കേസിൽ എല്ലാവരും വീട്ടിലേക്ക് വിളിച്ചു കൊണ്ടുപോകും. കാരണം ഒന്ന്, സൈക്കിൾ അവർക്ക് ഭയങ്കര ഇഷ്ടമാണ്. സൈക്ലിംഗ് കൾച്ചറാണ് അവിടുത്തെ. രണ്ടാമത്തത് ഒറ്റയ്ക്കാണ്. അവർക്ക് നമ്മളെ അക്കോമഡേറ്റ് ചെയ്യാനുള്ള ഒരു സ്പേസ്, ചെറിയൊരു സ്പേസ് മതി. നമ്മളിപ്പോൾ 2 പേരോ 3 പേരാണെങ്കിൽ അവർക്ക് ബുദ്ധിമുട്ടായിരിക്കും അവരുടെ ചെറിയൊരു വീട്ടിലെ അക്കോമഡേറ്റ്. ഒറ്റയ്ക്കാവുമ്പോൾ കുറച്ചും കൂടി ആക്സസിബിലിറ്റി, അവരുടെ വീടുകളിലേക്ക് അവരുടെ കൾച്ചർ മനസ്സിലാക്കാനുള്ള ചാൻസ് കൂടുതലാണ്. എല്ലാവരും ഓഫർ ചെയ്യും ഫുഡ് അല്ലെങ്കിൽ സ്റ്റേ, എന്താ വേണ്ടത് ഓഫർ ചെയ്യും. എനിക്ക് പോകുന്നത് ഞാൻ പണ്ട് സ്കൂളിൽ പഠിച്ചത്. എനിക്കൊരു തിരുവനന്തപുരം വെക്കാൻ പറ്റുന്നത് ആലപ്പുഴ, കോട്ടയം, എറണാകുളം, തൃശ്ശൂർ, പാലക്കാട്. അത് എനിക്ക് ഇപ്പോഴും അറിയില്ല. തിരു, കൊല്ല, പത്താല, കോട്ട, ഇടുവേറ, തൃശ്ശൂർ, പാലമല, കോഴിവായ, കണ്ണൂക്കാസ. ഇത് ഏതോ എൻട്രൻസ് എക്സാം. ഇതെന്റെ അനിയൻ പാടിക്കൊണ്ടിരിക്കുക. ഞാൻ ഇതിനെന്തോ പാട്ടൊക്കെ പറഞ്ഞു, എന്താ ഇതെന്ന് വെച്ചപ്പോ അവൻ പാടിയത്, ചേച്ചി ഇത് നമുക്ക് പഠിക്കാൻ, നമുക്ക് ഷോ ഇറക്കാൻ വേണ്ടിട്ട് പറ്റിയ സംഭവം, ഈ പാട്ടങ്ങോട്ട് പഠിച്ചാൽ മതി. നമ്മൾ എവിടെ പോയാലും മലയാളികൾ ഉണ്ടാവത്തോരെ. ചന്ദ്രന്റെ പോയാലും ചായക്കട ഉണ്ടാക്കാൻ മലയാളി ഉണ്ടാവത്തോരെ. അപ്പൊ അതേപോലെ അൺഎക്സ്പെക്ടഡ് ആയിട്ട് ഒരു മലയാളി ഈ യാത്രകൾ എവിടെയെങ്കിലും വെച്ച് കണ്ടിട്ടുണ്ടായിരുന്നു? നോർത്ത് മാസിഡോണിയ, ഗ്രീസ്, ഇറാഖ്, ഈ 3 രാജ്യങ്ങളിൽ എനിക്ക് മലയാളിനെ ഒരൊറ്റ കളയും കാണാൻ പറ്റിയില്ല. മേ ബി ഉണ്ടാവും മതി, പക്ഷെ എനിക്ക് കാണാൻ പറ്റില്ല. ബാക്കിയുള്ള സ്ഥലങ്ങളിലൊക്കെ മലയാളികൾ, എവിടെ പോയാലും മലയാളികൾ. ഞങ്ങൾ ഈ പറഞ്ഞ പോലെ ഇത്രയും വർഷം എടുത്ത് 36 കൺട്രീസ് 2 കോണ്ടിനെന്റ്സ് യാത്ര ചെയ്ത് വന്നിട്ടുള്ള എക്സ്പീരിയൻസ് ഞങ്ങളോട് ഷെയർ ചെയ്തിട്ട് ഞങ്ങളിപ്പോ 36 countries 2 continents. Chuduvil, a great thank you from Radio Mango for sharing such a beautiful session with us. ആ മെമ്മറീസ് ഒക്കെ റീകോൾ ചെയ്തുകൊണ്ട് ഞങ്ങളൊരു നല്ല യാത്രയ്ക്ക് കൊണ്ടുപോയതിന് ഒരു ബിഗ് താങ്ക് യു. താങ്ക്സ് ഞാനാണ് പറയേണ്ടത്. ഇങ്ങനൊരു നല്ലൊരു സെഷൻ, നല്ലൊരു ട്രാക്കിംഗ് സെഷൻ. ആക്ച്വലി എനിക്കിതാണ് ഇഷ്ടം. എൻ്റെ നാട്ടിലാണെങ്കിലും ആളുകൾ യാത്രയെ കുറിച്ച് ചോദിക്കുന്നു. ഒരു വന്നിട്ട് ഒരു മാലയിട്ട് ഒരു മൊമെന്റോ തന്ന് അവരൊന്ന് പിരിഞ്ഞു പോകും. പക്ഷെ എനിക്കതല്ല.
നമ്മുടെ യാത്രയിലെ അനുഭവങ്ങൾ ക്യൂരിയോസിറ്റികൾ ചോദിക്കുക, അത് നമുക്ക് ഇങ്ങനെ പറഞ്ഞു കൊടുക്കുക, അപ്പൊ കിട്ടുന്ന ഒരു സന്തോഷം. പല ആളുകളും വരാറുണ്ട്, പൊന്നാടയും മാലയും കാര്യങ്ങളൊക്കെ ഇട്ടിട്ട് അവർ ഒക്കെ ബൈ എന്ന് പറഞ്ഞു പോകും. ഒരാളും എന്റെ യാത്രയിലെ അനുഭവങ്ങളോ ഒന്നും ചോദിക്കുന്നത് വളരെ റയറാണ്. ചോദിക്കാറില്ല എന്നല്ല, ചോദിക്കുന്നത് റയറാണ്. അപ്പോൾ ഇങ്ങനെയുള്ളൊരു നല്ലൊരു സെഷൻ ഉണ്ടാക്കി ഒരുപാട് കാര്യങ്ങൾ നിങ്ങളുമായിട്ട് ഷെയർ ചെയ്യാൻ പറ്റി. നല്ലൊരു സെഷനായിരുന്നു, എനിക്ക് ഇഷ്ടപ്പെട്ടു.